ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി.ഡി. സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക് ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ മന്ത്രിസഭ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ജൂൺ 15 മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. ആശാവർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർധനവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21, 22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. MLA-യും മുൻ മന്ത്രിയുമായ G. സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ISROയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 26-ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA-മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.